ഒരുപാട് ആൽഫ മെയിൽ ക്യാരക്ടേഴ്സ്, ലീഡ് ക്യാരക്ടേഴ്സിന് താങ്കളുടെ സിനിമയിലൂടെ വന്നിട്ടുണ്ട്. ഈ സോ കോൾഡ് ആൽഫ മെയിൽ ലീഡ് റോൾസിന്റെ ഒരു കാലം കഴിഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. ഓരോ കാലത്ത് ഓരോ രീതിയിലാണ് സിനിമയിലെ കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നത്, അല്ലേ? ഈ ആൽഫ മെയിൽ എന്നൊക്കെ പറയുന്നത് ഞാൻ വളർന്ന സാഹചര്യമായിരിക്കാം. ഞാൻ കുട്ടിക്കാലത്തും തൊട്ട് കാണുന്ന എൻ്റെ അമ്മാവന്മാർ, ബന്ധുക്കൾ, ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? അവരിലൊക്കെ ഈ ഭയങ്കര താൻ പോരിമ കാണിക്കുന്ന പുരുഷന്മാരെ കണ്ടാണ് ഞാൻ വളർന്നത്. വീട്ടിലൊതുങ്ങിയിരിക്കുന്ന അമ്മമാരും. അപ്പം എൻ്റെ അച്ഛനൊക്കെ അതിൽ ഡിഫറൻ്റായ മനുഷ്യനായിരുന്നു. പക്ഷേ ഒരുപാട് ബന്ധുജനങ്ങളിൽ പലരും ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരൊക്കെയാണ്. അതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അതൊരു ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവാം, പിന്നെ അത് വിട്ടിട്ടുണ്ടാവാം. ഇതേ താൻപോരിമയുള്ള പുരുഷനാണ് രഞ്ജിത്ത്. അത് എൻ്റെ കൂടെ ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ള ആൾക്കാർക്ക് പറയാവുന്നൊരു ഉത്തരം, ഞാനല്ലല്ലോ പറയാം. കൂടെ കിടക്കുന്നതല്ലേ രാപ്പനി അറിയില്ല. ഇന്നത്തെ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ നോക്കിയാൽ അവർ ഒരുപാട് മുന്നോട്ട് പോയി എന്ന് തന്നെ പറയും. ഒരു ട്രാൻസ്ഫോർമേഷൻ സ്ത്രീ കഥാപാത്രങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു റേപ്പ് ചെയ്യപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യുന്ന നായികമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പൊസിഷനിൽ നിന്ന് ഇപ്പം എന്താ സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു ഹീറോയിനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അത്രയെങ്കിലും ഒരു മുന്നോട്ട് പോക്ക് വന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ നിങ്ങൾ വലിയ വിശാല അടിസ്ഥാനത്തിൽ നടത്തുന്ന ഡിബേറ്റാണ്. ഒരു പെണ്ണിൻ്റെ കഥ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ സത്യൻ്റെ കഥാപാത്രം റേപ്പ് ചെയ്യുന്ന ഷീലയുടെ കഥാപാത്രം തിരിച്ചു വന്ന് റിവെഞ്ച് ചെയ്യുന്നതാണ് സിനിമ. ഏത് കാലത്തിലെ സ്ത്രീ? അന്നും ഉണ്ടായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളും. അനുഭവങ്ങൾ പാളിച്ചകളെടുത്താൽ അതിലെ രണ്ട് പുരുഷന്മാർക്കും അവരുടേതായ ബ്ലാക്കും വൈറ്റും ഉണ്ട് അവരുടെ ജീവിതത്തിൽ, സ്ത്രീക്കും ഉണ്ട്. അപ്പം ഈ കാലം ആ കാലം അങ്ങനെ അടച്ച് നമുക്ക് വാതിൽ കൊട്ടിയടയ്ക്കാനൊന്നും പറ്റില്ല. വലിയ വിപ്ലവ സ്വഭാവമുള്ള ആശയങ്ങൾ അന്നും സിനിമയായിട്ടുണ്ട്. അത് ഇപ്പോൾ കെ എസ് സേതുമാധവൻ എന്ന് പറയുന്ന സംവിധായകന് അങ്ങേർക്കുണ്ടായിരുന്നൊരു ഫ്രീഡം. പുള്ളി നോവലുകൾ കൃത്യമായി വായിച്ച് അതിൽ നിന്നും സിനിമയുടെ വിഷയം കണ്ടെത്തുകയും സമാന മനസ്കരായ ആളുകളോട് സംസാരിച്ചിട്ട് തിരക്കഥാകൃത്തുക്കളെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അങ്ങനെ പലരും ഈ വിശേഷ ആദ്യകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് മുഴുവൻ അയാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള സിനിമകളാണ്.